ഹലോ വൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മുഹമ്മദ് ഷഫീഖ് വി കെ. മക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. യെസ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ഒരുക്കത്തിലായിരിക്കില്ലേ മക്കളെ? ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ടാവും എന്നൊക്കെ സാറ് കരുതുന്നു. എടാ, നിങ്ങളുടെ കെമിസ്ട്രിയിലെ ഏറ്റവും ഈ ഒരു ഹാഫ് ഇയർലിനെ നമുക്ക് ഏറ്റവും അവസാനമായി വരുന്ന ചാപ്റ്ററാണ് മെറ്റൽസ് എന്ന് പറയുന്നത്, ലോഹങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു പക്ഷേ എത്രത്തോളമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. എന്നാൽ സാർ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് അല്ലെങ്കിൽ ഹാഫ് ഇയർലിക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടന്റും ഇപ്പോൾ തരാൻ പോവാണ് മക്കളെ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാഫ് ഇയർലിക്ക് വേണ്ടി മാത്രമാണിത്. ഇതിൻ്റെ ഒരു ഏരിയ വരെ മാത്രമാണ് നിങ്ങൾക്ക് ഹാഫ് ഇയർലി എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ക്രിസ്മസ് എക്സാമിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് മാത്രം പഠിച്ച് പബ്ലിക് എക്സാമിന് പോകരുത്, അത് ഇതിൻ്റെ ശേഷമുള്ളതും വരും കേട്ടോ. ഓക്കെ, എനിവേ നോക്കാം നമുക്ക്. മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് മിനറൽസ് അല്ലെങ്കിൽ ധാതു അഥവാ ഓർ അല്ലെങ്കിൽ അയിര്, ഇതെന്താന്നുള്ളൊരു ഐഡിയ ആണ് മക്കളെ വേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെറ്റൽ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ഇൻ എർത്ത് ക്രസ്റ്റ്, അതായത് നമ്മുടെ ഭൂനിരപ്പിൽ ലോഹം അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? മിനറൽസ് അല്ലെങ്കിൽ ധാതു എന്ന് വിളിക്കും. എന്നാൽ അതിൽ ഏത് മിനറലിൽ നിന്നാണോ ഏത് ധാതുവിൽ നിന്നാണോ നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിലും വേഗത്തിലും അതേപോലെ തന്നെ ലാഭകരമായിട്ടൊക്കെ നമുക്ക് ലോഹത്തെ അല്ലെങ്കിൽ മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള മിനറലിനെ മാത്രം വിളിക്കുന്ന പേരാണെന്ത്? ഓർ എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് സാർ അത് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മക്കൾ നോക്കിക്കടാ, സാറ് ഒരു എം എന്ന മെറ്റലാണ് നിങ്ങൾ കരുതാം. എം എക്സും ഉണ്ട്, എം വൈയും ഉണ്ട്. രണ്ടും എന്താണ്? രണ്ടിലും മെറ്റലുണ്ട്, അതായത് ലോഹമുണ്ട്. അപ്പോൾ രണ്ടും മിനറലാണ് അല്ലെങ്കിൽ ധാതുവാണ്. പക്ഷേ ഇതിൽ എം വൈ മാത്രമാണ് ഞാൻ എന്തിനെടുക്കുന്നത്? എം എന്ന ലോഹത്തിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതായത് ആ എം എക്സ് എന്ന് പറയുന്നത് മാത്രമാണ് എനിക്ക് അതിൽ നിന്നും വേർതിരിച്ചെടുക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ലാഭമുള്ളത്. കുറച്ചുകൂടി സ്പീഡിൽ എനിക്ക് മെറ്റൽ വേർതിരിച്ചെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ കുറച്ചുകൂടി കൂടുതൽ അളവ് കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഞാൻ എം എക്സിനെയാണ് എന്തായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്? എം എക്സിനെയാണ് ഞാൻ അവിടെ എനിക്ക് മെറ്റൽ വേർതിരിച്ചെടുക്കാനായിട്ടുള്ള മിനറലായിട്ട് ധാതുവായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ എം എക്സിന് മാത്രമാണ് എന്ത് എന്ന് പറയുക? ഓർ അല്ലെങ്കിൽ അയിര് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എന്താണ് മിനറൽ അല്ലെങ്കിൽ എന്താണ് ഓർ എന്നുള്ളത് മക്കൾക്ക് മനസ്സിലായിട്ടുള്ളതോ? മെറ്റൽ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ഇൻ എർത്ത് ക്രസ്റ്റ് ആണ് മിനറൽ. ഓക്കെ, മിനറൽസ് ഇൻ വിച്ച് മെറ്റൽ ക്യാൻ സെപ്പറേറ്റ് ഈസിലി, ക്വിക്ക്ലി ആൻഡ് എക്കണോമിക്കലി. ഓക്കെ, വേഗത്തിലും അതേപോലെ തന്നെ എന്താ പറയുക, വളരെ എളുപ്പത്തിലൊക്കെ ഏത് മിനറലിൽ നിന്നാണോ നമുക്ക് മെറ്റൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക അതിനെ മാത്രമാണ് എന്ത് വിളിക്കുക? ഓർ അല്ലെങ്കിൽ അയിര് എന്ന് വിളിക്കുക. സിമ്പിൾ അല്ലേ? ഇനി മക്കളെ, ഒരു ഓറിൽ നിന്നും മെറ്റൽ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് മെറ്റലർജി എന്ന് പറയുന്നത്. 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണത്. എന്താണ് മെറ്റലർജി എന്ന് പറഞ്ഞാൽ? ഒരു ഓറിൽ നിന്നും മെറ്റലിലേക്ക് എത്തുന്ന ടോട്ടൽ പ്രോസസ്സിനെയാണ് മെറ്റലർജി എന്ന് പറയുക. അതിന് മലയാളമാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അയിരിൽ നിന്നും ലോഹം വേർതിരിച്ചെടുക്കുന്ന മൊത്തം പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ലോഹ നിഷ്കർഷണം. ഈ ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയുന്നത് എത്ര സ്റ്റെപ്പാണെന്നറിയോ? 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകുക. നമ്മൾ ആദ്യം മണ്ണിൽ നിന്നും ഓർ അല്ലെങ്കിൽ അയിര് നമ്മളിങ്ങനെ എടുക്കും. ഓക്കെ, ആ അയിരിനെ അല്ലെങ്കിൽ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് 1ാമത്തെ സ്റ്റെപ്പ്, അയിരിൻ്റെ സാന്ദ്രീകരണം. 2ാമത്തെ സ്റ്റെപ്പാണ് സെപ്പറേഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ. അങ്ങനെ സാന്ദ്രീകരിച്ച കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്നും നമുക്ക് വേണ്ട മെറ്റലിനെ, ലോഹത്തെ മാത്രം വേർതിരിക്കലാണ് 2ാമത്തെ സ്റ്റെപ്പ്. 3ാമത്തെ സ്റ്റെപ്പോ അങ്ങനെ വേർതിരിച്ചെടുത്തിട്ടുള്ള ആ ഒരു ലോഹത്തിനെ ശുദ്ധീകരിക്കലാണ് 3ാമത്തെ സ്റ്റെപ്പ്, ലോഹ ശുദ്ധീകരണം അതല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് മെറ്റൽ. ഇന്ന് സാറ് നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തരാൻ പോകുന്നത് ഈ സ്റ്റെപ്പുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കോൺസെൻട്രേഷൻ ഓഫ് ഓർ അയിരിൻ്റെ സാന്ദ്രീകരണം എന്നുള്ളത് ഈ ഒരൊറ്റ സ്ലൈഡ് കൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ചെയ്ത് തരാൻ പോവാണ് മക്കളെ. അയിരിൻ്റെ സാന്ദ്രീകരണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ 4 മെത്തേഡാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാണ് ഹൈഡ്രോളിക് വാഷിംഗ് എന്നോ ലെവിഗേഷൻ എന്നോ അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകുക എന്നുള്ള, ഇതിലേതും നിങ്ങൾക്ക് മലയാളം മീഡിയം ആണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകുക എന്നുള്ള ഒരൊറ്റ വേർഡ് മതി. ബാക്കിയുള്ള ആൾക്കാർക്ക് ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ. എങ്ങനെയുള്ള ഓറുകളാണ്, എങ്ങനെയുള്ള അയിരുകളാണ് ഇതിന് സെലക്ട് ചെയ്യുക? ഹെവിയർ ഓറും ലൈറ്റർ ഇമ്പ്യൂരിറ്റിയും. അതായത് ഓറിൻ്റെ കനം കൂടുതലും ഇമ്പ്യൂരിറ്റിയുടെ കനം കുറവുമാണെങ്കിലാണ് നമ്മൾ ഹൈഡ്രോളിക് വാഷിംഗ് ചൂസ് ചെയ്യുക. അയിരിൻ്റെ സാന്ദ്രത കൂടുതലും അപദ്രവ്യത്തിൻ്റെ സാന്ദ്രത കുറവാണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ പറയുന്ന ഹൈഡ്രോളിക് വാഷിംഗ് അതല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകുക എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. ഇനി ഇതിൽ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ പഠിച്ചു നോക്കുക. ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിൾസ് ഒക്കെ. ഒരു എക്സാമ്പിൾ തന്നിട്ട് അതിൻ്റെ മെത്തേഡ് ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഒരു മെത്തേഡ് തന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾ ഏതാണെന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ ഇവിടെ ഓക്സൈഡ് ഓറുകൾ, ഓക്സൈഡ് അയിരുകളും സ്വർണവും ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതിനു മുമ്പ് സാറൊന്ന് പറഞ്ഞോട്ടെ,
നിങ്ങൾക്ക് ഒരുപാട് മെറ്റൽസ് അഥവാ അയൺ, കോപ്പർ, സിങ്ക്, ടിന്ന്, അതേപോലെ തന്നെ പിന്നെ അലുമിനിയം, ഇങ്ങനെ 5ഓളം മെറ്റൽസിൻ്റെ ഓറുകൾ അല്ലെങ്കിൽ അയിരുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് കൃത്യമായിട്ട് ആ ഓറും അയിരും ആ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം അതിൻ്റെ ഫോർമുലാസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് തരുന്നത് Cu2O എന്നായിരിക്കും. ഇത് കുപ്രൈറ്റ് ആണെന്ന് അറിയാത്തൊരു കുട്ടിക്ക് അത് ആൻസർ ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നിർബന്ധമായിട്ട് മക്കൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ, ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ നമ്മളിവിടെ തീർത്തു. അടുത്തതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ എന്ന് പറയുന്ന പ്രോസസ്സ്. എന്താണ് ഈ പ്രോസസ്സിൻ്റെ പ്രത്യേകത? എങ്ങനെയുള്ള ഓറിനെയായിരുന്നോ അയിരിനെയായിരുന്നോ നമ്മൾ ഹൈഡ്രോളിക് വാഷിങ്ങിന് എടുത്തത്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഇവിടെ വരിക. അതായത് ഓറിൻ്റെ വെയിറ്റ് കുറവ്, നമുക്ക് വേണ്ട അയിരിൻ്റെ സാന്ദ്രത കുറവാണ്, വെയിറ്റ് കുറവാണ്. എന്നാൽ അതിലുള്ള അപദ്രവ്യം, ഇമ്പ്യൂരിറ്റിയുടെ വെയിറ്റ് എന്താണ്, കൂടുതലാണ്. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുക? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ ഉപയോഗിക്കുക. ഓക്കെ, ഇനി അതിലുള്ള ഒരു മെയിൻ സാധനമാണ് മക്കളെ എന്താ? പൈൻ ഓയിൽ എന്ന് പറയുന്നത്. എന്തിനാണ് പൈൻ ഓയിൽ ഒഴിക്കുന്നത്? പൈൻ ഓയിലും വെള്ളവും നമ്മളുടെ അയിര് അല്ലെങ്കിൽ ഓറും കൂടി മിക്സ് ചെയ്യുക. പൈൻ ഓയിൽ നന്നായിട്ട് പതഞ്ഞു പൊന്തുന്ന പൈൻ ഓയിലിനൊപ്പം കനയില്ലാത്ത, വെയിറ്റ് ഇല്ലാത്ത നമ്മളുടെ ആരുണ്ടാവും? ഓറുണ്ടാവും. അപ്പോൾ നമുക്ക് മുകളിലുള്ള ആ ഒരു പതയിൽ നിന്ന് നമ്മളുടെ ഓറിനെ കിട്ടും. നല്ല വെയിറ്റ് ഉള്ള, നല്ല കനമുള്ള ഇമ്പ്യൂരിറ്റി അഥവാ അപദ്രവ്യമൊക്കെ താഴെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത് പറയുന്നത്? പ്ലവന പ്രക്രിയ, അതല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. മക്കൾ, അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് സൾഫൈഡ് ഓറുകളാണ്. ഏത് ഓറുകളാണടാ? സൾഫൈഡ് ഓറുകളാണ്. എന്താ സൾഫൈഡ് ഓർ എന്ന് പറഞ്ഞാൽ? സൾഫർ ഉള്ള ഓറുകളൊക്കെ സൾഫൈഡ് ഓറുകളായിട്ട് നമുക്ക് കണക്കാക്കാം. ഫോർ എക്സാമ്പിൾ ZnS, പിന്നെന്താണ് CuFeS2, ഇതൊക്കെ എന്താ Cu2S, കോപ്പർ ഗ്ലാൻസ്, ഇങ്ങനെ ഒരുപാട് സൾഫൈഡ് ഓറുകളുണ്ട്. അവരൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? പ്ലവന പ്രക്രിയയാണ് ഉപയോഗിക്കുക. ഇനി അടുത്ത മെത്തേഡാണ് മക്കളെ മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വിഭജനം. സിമ്പിൾ മെത്തേഡാണ്. ഒന്നുകിൽ അയിരിനോ അതല്ലെങ്കിൽ അപദ്രവ്യത്തിനോ കാന്തിക സ്വഭാവം, രണ്ടിനും ഒപ്പം ഉണ്ടാവരുത്. ഓക്കെ, എയ്തർ ഓർ ഇമ്പ്യൂരിറ്റി ഹാവ് മാഗ്നറ്റിക് നാച്ചർ. ഒന്നുകിൽ ഓറിന് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിക്ക് മാഗ്നറ്റിക് നാച്ചർ ഉണ്ടായാലാണ് നമ്മൾ എന്ത് പറയുക? അതിന് കാന്തിക വിഭജനം അഥവാ ഈ പറയുന്ന എന്താണ് മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ മക്കളെ അതിൻ്റെ എക്സാമ്പിൾ മക്കളെ നോക്കണേ. അയൺ ടങ്സ്റ്റേറ്റ് ഫ്രം ടിൻ സ്റ്റോൺ. അതായത് നമ്മളുടെ ടിൻ ഉണ്ടല്ലോ, ടിൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ് അല്ലേ? ആ മെറ്റലിൻ്റെ ഓറാണ്, അയിരാണ് ടിൻ സ്റ്റോൺ എന്ന് പറയുന്നത്. ആ ടിൻ സ്റ്റോണിനെ അതിൻ്റെ അപദ്രവ്യമായിട്ടുള്ള, അതിൻ്റെ ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള അയൺ ടങ്സ്റ്റേറ്റ് നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പോൾ അതിൽ ഈ അപദ്രവ്യമായിട്ടുള്ള അയൺ ടങ്സ്റ്റേറ്റിന് മാഗ്നറ്റിക് നാച്ചർ, കാന്തിക സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു എക്സാമ്പിളാണ് മക്കളെ എന്ത്? മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്. മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ അയൺ അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്താണ് പിന്നെ ഈ പറയുന്ന ഓറാണ് അല്ലേ? അപ്പോൾ ഇരുമ്പിൻ്റെ ഓറുകൾക്കൊക്കെ കാന്തിക സ്വഭാവം ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മാഗ്നറ്റിക് നാച്ചർ പറ്റും. ഏറ്റവും ലാസ്റ്റ് മെത്തേഡും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെത്തേഡുമായിട്ടുള്ള മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഏതാണ്? ലീച്ചിങ്. മലയാളവും ഇംഗ്ലീഷും ലീച്ചിങ് തന്നെയാണ്. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി രസമുള്ള മെത്തേഡാണ്. അതായത് നമ്മളുടെ ഓറും നമ്മളുടെ ഇമ്പ്യൂരിറ്റിയും അവരാണല്ലോ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ എടുക്കണം. ആ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? അതിൽ ഓറ് മാത്രം ഡിസോൾവ് ആവണം, അല്ലെങ്കിൽ ഓറ് മാത്രം സോല്യബിൾ ആവണം. എന്നാൽ ഇമ്പ്യൂരിറ്റി അഥവാ അപദ്രവ്യം എന്ത് ചെയ്യരുത്? അതിൽ ഡിസോൾവ് ആവരുത്. അത് ഇൻസോല്യബിൾ ആയിരിക്കണം. ഓക്കെ, അത് ഇൻസോല്യബിൾ ആയിരിക്കണം, മീൻസ് അതിൽ സോല്യബിൾ ആവരുത്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നോക്കിക്കേ, ലീച്ചിങ് എടുക്കുക. അപ്പോൾ ഓർ സോല്യബിൾ ആൻഡ് ഇമ്പ്യൂരിറ്റി ഇൻസോല്യബിൾ സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് ഇൻസോല്യബിൾ ആയി കിടക്കുന്ന നമ്മളുടെ ഇമ്പ്യൂരിറ്റിനെ ഫിൽട്ടർ ഔട്ട്, അതിനെ അരിച്ചു മാറ്റുക. ഇതാണ് എന്ത് പറയുന്നത്? ലീച്ചിങ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കിയ മക്കളെ, അയിര് ലയിക്കുന്ന അപദ്രവ്യം ലയിക്കാത്തമായ ലായനിയിൽ നിന്നും ലയിക്കാത്ത അപദ്രവ്യത്തെ അരിച്ചു മാറ്റുക. സിമ്പിൾ അല്ലേ? ഇതിൽ നമ്മളൊരു നല്ലൊരു എക്സാമ്പിളാണ് ലീച്ചിങ് ഓഫ് ബോക്സൈറ്റ്. നമ്മളുടെ അലൂമിനിയത്തിൻ്റെ ഒരു ഓർ അല്ലെങ്കിൽ അയിരാണ് ബോക്സൈറ്റ്. ആ ബോക്സൈറ്റിനെ നമ്മൾ ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിനെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ലായനിയാണ് ഹോട്ട് NaOH ലായനി. ഓക്കെ, ഹോട്ട് NaOH സൊല്യൂഷൻ. ഇനി മറ്റൊന്നാണ് ലീച്ചിങ് ഓഫ് ഗോൾഡ് അല്ലെങ്കിൽ സിൽവറിനെയോ അതല്ലെങ്കിൽ ഗോൾഡിനെയോ ഒക്കെ നമുക്ക് ലീച്ച് ചെയ്യാൻ പറ്റും. ഏത് സൊല്യൂഷനാണ് നമ്മൾക്ക് എടുക്കാൻ പറ്റുക? സോഡിയം സയനൈഡ്. ഏതാ സൊല്യൂഷൻ്റെ പേര് പറ? സോഡിയം സയനൈഡ് സൊല്യൂഷനാണ് നമ്മൾ സിൽവർ അല്ലെങ്കിൽ ഗോൾഡിനെയൊക്കെ ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സൊല്യൂഷൻ.
അപ്പോൾ ഇത്രയും മെത്തേഡ്സ് ആണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരിൻ്റെ സാന്ദ്രീകരണം എന്ന് പറയുന്ന മെത്തേഡിലുള്ളത്. ഉറപ്പായിട്ടും മക്കളെ ഈ 4 മെത്തേഡിൽ നിന്നും ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം? മെത്തേഡ് എക്സ്പ്ലനേഷൻ വരാം, അതല്ലെങ്കിൽ ഈ മെത്തേഡ് തന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കാം, ഒരു എക്സാമ്പിൾ തന്നിട്ട് അതിൻ്റെ മെത്തേഡ് ചോദിക്കാം, കാരണം ചോദിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ZNS തന്നിട്ട് നിങ്ങളോട് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അതാണ്. അപ്പോൾ പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പറയുന്നു. എന്താ കാരണം? ബിക്കോസ് ഇറ്റ്സ് സൾഫൈഡ് ഓർ കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സാം പാറ്റേൺ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. സോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് നന്നായി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ലൈവുകളും എല്ലാ സെഷൻസും നിങ്ങൾ കണ്ടിരിക്കണം. ഒന്നാമത്തെ കാര്യം, അതായത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സൈലത്തിനോടൊപ്പം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സൈലത്തിൻ്റെ പ്ലാനും സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടവരാണ്. ഇനിയും ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു കൂടുതൽ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. സോ മക്കളെല്ലാവരും ഒപ്പം തന്നെ ഇരിക്കുക. ഉറപ്പായിട്ടും എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്കൊരു നമ്മളുടെ ആ ഒപ്പം നിന്നതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് എക്സാം ഒക്കെ അടിപൊളിയാക്കി മാറ്റണം. നമ്മളുടെ ലൈവുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ വേണം. സോ ലൈവിലൊക്കെ കാണാം മക്കളെ. സൈനിങ് ഓഫ്.